ഇന്ന് നടപടിയാവില്ലല്ലോ. നീ ആദ്യത്തല്ലേ ശീലിക്കോളൂ. നമസ്കാരം. ഒരു വീടെന്ന സ്വപ്നം ഉള്ളിൽ ഉടലെടുക്കുമ്പോൾ തന്നെ വളരെയേറെ സംശയങ്ങളും കൺഫ്യൂഷൻസും തെറ്റിദ്ധാരണകളും എല്ലാം അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. അത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺസ് അഗൈൻ വെൽക്കം ടു ദ തോട്ട് പ്രൊവോക്കിംഗ് പോഡ്കാസ്റ്റ് സീരീസ് വിത്ത് മിസ്റ്റർ കൃഷ്ണകുമാർ, ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഒറൻസ ബിൽഡേഴ്സ്. വെൽക്കം സർ. നമസ്കാരം. ഞാൻ അശ്വതി എസ് രാജീവ്. ഇന്നിവിടെ നമ്മൾ ഒരു വീട് വെക്കാൻ പോകുമ്പോഴുള്ള പ്രശ്നങ്ങളും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും ഒരു ക്ലയന്റ് എങ്ങനെ ഒരു കമ്പനി അപ്രോച്ച് ചെയ്യണമെന്നും അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സർ, ഇന്നൊരു വീട് വെക്കാനായിട്ട് ഒരു ക്ലയന്റ് വരുമ്പോൾ തന്നെ ആ ഒരു ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. അവർക്കൊരു പ്രോപ്പർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ ആരെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം അതിനെ എങ്ങനെയാണ് ഒരു ഐഡിയ കൊടുക്കാൻ പറ്റുന്നത്? അശ്വതി പറഞ്ഞ ഈ ഒരു ടോപ്പിക് വളരെ റിലവൻ്റ് ആണ് ഇന്നത്തെ കാലത്ത്. അതായത് നമ്മൾ ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു എൻക്വയറി റൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് അന്ന് ജനറേറ്റ് ചെയ്ത ഒരു തോട്ട് പ്രോസസ് അല്ല. ഒരു വീടെന്ന് പറയുന്നത് ഒട്ടുമിക്ക ഒരു 90% ആൾക്കാരുടെയും ഒരു സ്വപ്നമാണത്. ഓക്കെ, സോ അത് ഇന്ന് വന്നിട്ട് ഇന്ന് നമ്മളൊരു കടയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന പോലെ ഇന്ന് ഓക്കെ നമുക്കൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കൊക്കക്കോല വേണം, അങ്ങനെ ഒരു നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു വീടെന്ന് പറഞ്ഞ ഒരു സ്വപ്നം. ഒരുപാട് നാളത്തെ ഒരു പ്രോഗ്രസീവ് തോട്ട് ആണ് വീടെന്ന് പറഞ്ഞത്. സോ അത് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രമാണ് അവരൊരു കമ്പനിയെ അല്ലെങ്കിൽ ഒരു ഫേമിനെ അപ്രോച്ച് ചെയ്യുള്ളൂ. സോ അതിനു മുമ്പ് ഒരുപാട് ഹോംവർക്ക് ഉണ്ടാവാം. സോ അതുപോലെ തന്നെ ഈ ഫാമിലി ആയിട്ടെല്ലാം ഡിസ്കസ് ചെയ്തിട്ട്, സോ കാരണം വീടെന്ന് പറഞ്ഞത് ഒരുവിധം നമ്മൾ ഒരുപാട് മെൻ്റൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ജനറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് മലയാളീസിന് വീടിനോട് ഒരു വളരെയധികം ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ബാക്കി ഏത് സംസ്ഥാനത്തുള്ളവരെ നോക്കിയാലും നമ്മുടെ മലയാളീസിൻ്റെ വീട് എൻറ്റയർലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കും. കാരണം അവര് ആ വീടെന്ന് പറഞ്ഞ ആ ഒരു അതൊരു പ്രൊഡക്റ്റ് ആയിട്ടല്ല അവർ കാണുന്നത്, അത് ഹോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ. അതായത് നമുക്കതൊരു ഒരു ഫാമിലി ഒരു അറ്റാച്ച്ഡ് ഏരിയ ആണത്. ഓക്കെ, ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, അത് യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഫീൽ അല്ല ശരിക്കും. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളീസ്, നമ്മൾ ഏത് സംസ്ഥാനത്തുള്ളവരെ നോക്കിക്കോ, അതിൽ കൂടുതൽ ഒരു വാല്യൂ ഒരു മലയാളീസ് വീടിന് കൊടുക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വീട് ഇന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്വപ്നമല്ല, അത് അവരിങ്ങനെ ആഗ്രഹിച്ച് ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് അടുത്തൊരു ലെവലിലോട്ട് പോകുന്നത്. അതെ, സോ അതിനകത്ത് ഒരുപാട് ഹോംവർക്ക് എടുക്കാറുണ്ട് പല ക്ലയൻസും. ഇപ്പൊ നമുക്ക് തന്നെ പല എൻക്വയറീസ് വരുമ്പോൾ തന്നെ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ക്ലയൻസ് ഇഷ്ടം പോലെ വരാറുണ്ട്. അവർക്ക് അറിയാം സോഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് സോഴ്സ് ഉണ്ട്. ആ ഒരു സോഴ്സ് തന്നെ ഒരു കാരണവശാൽ അത് നല്ലതാണ്, മറ്റൊരു കാരണവശാൽ മിസ്ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരുപാട് പോകുന്നുണ്ട്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതുമാണ്. കാരണം എല്ലാവർക്കും ഒരു ജനറൽ അവയർനെസ്സും എന്തൊക്കെയാണ് ഇപ്പൊ മാർക്കറ്റിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്ക് വേണം. കാരണം ഒരു വീട് പറയുമ്പോൾ ഇപ്പൊ പണ്ട് നമ്മളിപ്പോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു പ്ലാൻ ഒരു പേപ്പറിൽ വരയ്ക്കുന്നു. പണ്ട് ഒരു 3D മോഡലിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്ലാൻ വരയ്ക്കുന്നു, അതിന്റെ തന്നെ ഒരു എലിവേഷൻ സ്കെച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അതിന്റെ ഐസോമെട്രിക് വ്യൂ തന്നെ കൊടുക്കുന്ന ഫേംസ് വളരെ കുറവായിരുന്നു. ജസ്റ്റ് ഒരു പ്ലാൻ ഉണ്ടാവും, ഒരു എലിവേഷൻ ഉണ്ടാവും, ഒരു സെക്ഷൻ ഉണ്ടാവും. അതാണ് അന്നത്തെ ഒരു വീട്. പക്ഷെ ഇപ്പൊ നമുക്ക് എങ്ങനെ വീട് വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ഡയറക്റ്റ് നമുക്ക് കാണാം. വീട് തന്നെ പ്ലാൻ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ഓരോ ഏരിയ ഡിഫറെന്റ് കളർ സെൻസിൽ കൊടുക്കുന്നു, ഫർണിച്ചർ ലേഔട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ 3D സ്കെച്ചപ്പ് എന്ന് വേണ്ട വീടിനെ പറ്റി നമ്മൾ പണിയുന്നതിന് മുമ്പ് തന്നെ ഒട്ടുമിക്ക എല്ലാ ക്ലാരിറ്റിയും, അല്ലാതെ എല്ലാ രീതിയിലും അതിനൊരു ക്ലാരിഫിക്കേഷനും ക്ലാരിറ്റിയും കൊടുത്തിട്ടാണ് ഇന്നത്തെ ഡിസൈൻസ് വരുന്നത്. നമ്മള് സ്വപ്നം കണ്ടത് അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഇപ്പൊ പുതിയതായിട്ട് 3D മോഡൽ ചെയ്ത് വരെ കൊടുക്കുന്നുണ്ട് പല കമ്പനീസ്, അല്ലെങ്കിൽ പല ഫ്രീലാൻസ് ഏജൻസീസ് ഉണ്ട് ഈ 3D മോഡൽ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫേം അത് 3D മോഡലായിട്ട് തിരിച്ചു തരും. ഓക്കെ,
നമ്മൾ പണ്ട് എക്സിബിഷൻസിലൊക്കെ കണ്ടിരുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ പല വീടുകളിലും ആ ഒരു അപ്രോച്ചും ചെയ്യാറുണ്ട് 3D ഫേം. കാരണം പണ്ട് ആർക്കിടെക്ചറൽ കമ്പനികൾക്ക് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്റ്റുഡൻസിന് പണ്ടൊരു പ്രൊജക്റ്റ് ആയിരുന്നു 3D മോഡലിംഗ്. ഓക്കെ, ഇപ്പം അത് മാറി വീട് വയ്ക്കുമ്പോൾ തന്നെ പല 3D മോഡലിംഗ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അവരതുപോലെ തന്നെ അത് ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഫസ്റ്റ് ഒരു തോട്ട് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു ക്ലയൻറ്റ് ഒരു കമ്പനി അപ്രോച്ച് ചെയ്യാണ്. സോ അത് പല രീതിയിലായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലാസ് ഓഫ് ക്ലയൻസ് ഉണ്ടാവും, വെൽ സ്റ്റഡീഡ് ആയിട്ടുണ്ട്. മറ്റു ചിലർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട് വെക്കാൻ ഒരു ആഗ്രഹമുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഇത്തിരി എമൗണ്ട് അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനെ പറ്റിയിട്ട് അറിയില്ല, അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല, ഐഡിയ ഉണ്ടാവില്ല. ഒരു കമ്പനിയെ ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്യുന്നു. ഓക്കെ, കോണ്ടാക്ട് ചെയ്തിട്ട് ആദ്യമേ ചോദിക്കുന്നത് എത്ര വരും, ബഡ്ജറ്റ് എങ്ങനെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അതെ, ഇപ്പോൾ അശ്വതിയുടെ അടുത്ത് ഞാൻ പറയാണ്, എനിക്കൊരു വീട് വേണം, എനിക്ക് ചിലപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും പണിയേണ്ടത്, എത്ര വരും? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും, കാര്യം ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണ്ടേ. വീട് എങ്ങനെയാണ്, പ്ലാൻ എന്താണ്, ഏത് രീതിയാണ്, ഒന്നും നമുക്കറിയില്ലല്ലോ, എന്തൊക്കെയാണ് മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടത്. അതെ, സോ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ ഒരു പ്രൈസിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ ഒരു തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. നമ്മളെപ്പോഴും ഒരു ഫേമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം ആ ഫേം എന്തൊക്കെ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളത് ആദ്യമേ പഠിക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്ന ഫേം കറക്റ്റ് ഡെലിവറബിൾസ് തരുന്നൊരു ഫേം ആയിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ സർവീസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ക്ലയൻ്റ് ആവണം, മീൻസ് ഫേം ആവണമെന്നില്ല. ആദ്യമേ തന്നെ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെദർ വി ആർ കോൺടാക്ടിങ് ദ കറക്റ്റ് ഫേം, അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമേ തന്നെ ആ ഫേം എന്തൊക്കെ സർവീസാണ് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതവരുടെ വെബ് പേജസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജസിൽ ഉണ്ടാവും. അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഡയറക്റ്റ് വിളിക്കുമ്പോൾ തന്നെ സർവീസസ് എന്തൊക്കെയാണെന്ന് ആദ്യമേ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഫേമിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ആദ്യമേ തന്നെ ചാടി നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ആ ഒരു കമ്മ്യൂണിക്കേഷനും അതേ രീതിയിലായിരിക്കും. നമ്മളിപ്പോ ഒരു കടയിൽ ചെല്ലുന്നു, നമുക്ക് എന്താ വേണ്ടതെന്നുള്ള ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇത് നമ്മൾ ആ ക്ലാരിറ്റി ആക്കിയെടുക്കാൻ ഒരു വീടിൻ്റെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ആ പാരാമീറ്റേഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതൊരു പ്രൊഡക്റ്റിലോട്ടായിട്ട് മാറുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളായിട്ട് വരുള്ളൂ. അതിനെ ആദ്യം ആ ഡിസൈൻ ആക്കാനും അതിന് നമ്മുടെ ക്ലയൻറ്റിന് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി പ്ലാനിലോട്ട് ആക്കാനും നമ്മൾ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ അത് പറ്റുള്ളൂ. കാരണം ഇപ്പം ഞാൻ അശ്വതിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യണം, എനിക്കൊരു വീട് വേണം, എങ്ങനത്തെ വീടാന്ന് പോലും അശ്വതിക്ക് അറിയണ്ടാവില്ല. ഓക്കെ, ഇതൊരു ട്രോപ്പിക്കലായിരിക്കാം, കൊളോണിയലായിരിക്കാം, കണ്ടംപററി മോഡലായിരിക്കാം. ഓക്കെ, ഏത് പാറ്റേണിൽ വേണം, റൂം സൈസസ് എത്ര വേണം, എത്ര ആൾക്കാരവിടെ താമസിക്കുന്നു, ഓരോ ആൾക്കാരുടെ നീഡ്സ് വാൻസ് ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോഴേ അറിയുള്ളൂ. സോ അതിന് മുമ്പ് തന്നെ ഇതിനെത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം ഇതൊരു സർവീസും കൂടിയാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്രൊഡക്റ്റ്. അപ്പോൾ അത് സർവീസിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്, കോസ്റ്റ് മാത്രമല്ല, കോസ്റ്റ് പ്ലസ് അതിൻ്റെ മുകളിലൊരു വാല്യൂ കൂടി ഉണ്ട്. രണ്ടും കൂടി കൂടുമ്പോഴായിരിക്കും അതിൻ്റെ ബഡ്ജറ്റ് വരിക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലയൻറ്റ് ആദ്യമേ തന്നെ അവര് കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ സർവീസസ്, കമ്പനിയുടെ സർവീസസ് എന്തൊക്കെയാണ്, ഫേമിൻ്റെ അതെല്ലാം ചോദിക്കുക. അതിനുശേഷം നമുക്ക് എന്താണോ വേണ്ടത്, നമുക്കിപ്പോൾ വീട് പണിയാനായിരിക്കാം, അല്ലെങ്കിൽ വീട് റിനോവേറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കാം, അത് ആദ്യമേ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഒരു ക്ലാരിറ്റി വയ്ക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ഫേമിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം അവരുടെ സർവീസസ് മനസ്സിലാക്കുക. സോ അതിനുശേഷം നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, നമുക്ക് വേണ്ടതാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഇന്നത്തെ കാലത്ത് പല ഫേംസും ഉണ്ട്, എല്ലാം സ്പെഷ്യലൈസ്ഡ് ആണ് ഇന്നത്തെ കാലത്ത്. പണ്ടത്തെ പോലെ ഈ പറഞ്ഞ പോലെ ഒരാൾ വന്നു വരയ്ക്കുന്നു, പണിയെടുക്കുന്നു, അങ്ങനെയല്ല. അങ്ങനെയുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്. നമ്മൾ സ്പെഷ്യലൈസ്ഡ് ഏരിയാസിലോട്ട് ഇപ്പൊ ഏതൊരു ക്ലയന്റ് ആണെങ്കിലും ആ ഒരു കാഴ്ചപ്പാടിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 വർഷം 6 വർഷമൊക്കെ മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ അവിടെയുള്ള ഒരു ആരെങ്കിലും ഏൽപ്പിക്കുക, വർക്ക് മുന്നോട്ട് പോവുക, അത് മോശമെന്നല്ല ഞാൻ ഒരിക്കലും പറയുന്നത്, വളരെ നല്ലതാണ്. അതിൽ നിന്ന് പക്ഷെ ചൂഷണം ചെയ്യുന്നവരും വളരെ കൂടുതലുണ്ട്.
സോ അങ്ങനെ വരുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ ഒരു ബഡ്ജറ്റ് ആയിരിക്കും ചോദിക്കാം. സോ ബഡ്ജറ്റ് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പല ലോക്കലൈസ്ഡ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന സാറ്റലൈറ്റ് യൂണിറ്റ്സ് ഏതൊരു ലൊക്കേഷനിലും ഉണ്ടാവും. സോ അവർ ഉടനെ തന്നെ പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 1600 രൂപ 1800 രൂപ. സോ അത് കേൾക്കുമ്പോൾ ഒരു ക്ലയന്റിനെ സംബന്ധിച്ചോളം സന്തോഷമായി. പക്ഷെ ബാക്കിയുള്ളതൊന്നും ഇത് ഒരിക്കലും അവർ ആലോചിക്കുന്നില്ല. ഇതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, പല കാര്യങ്ങളുണ്ട്. ഇതിപ്പോ നമ്മൾ ഒരു പാറ്റേണിലുള്ളൊരു വീട് ഒരേ സമയത്ത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആണ്, നമുക്കൊരു എമൗണ്ട് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ നമ്മള് ഓരോ പ്രൊജക്റ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണീക്ക് ആണ്. അപ്പോ അവിടെ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? നമുക്കിപ്പം പല സ്ക്വയർ ഫീറ്റ് റേറ്റ് തന്നെ പറഞ്ഞല്ലോ. അതെ. അപ്പം പല വീടിനും പല രീതിയിലായിരിക്കും എന്നും പറഞ്ഞു. അപ്പം എന്തായിരിക്കും അവിടെ സ്ക്വയർ ഫീറ്റിനെ ബേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എമൗണ്ടിന്?